The next topic which we are going to deal is little bit lengthy and it is very very important to understand the entire chapter, right? So there is a term I'm going to write, aurora borealis, right? This aurora borealis, right? Aurora borealis. I want you guys to look into Wikipedia or whatsoever, use your internet and look into the figure what it is. It is a natural phenomenon. It is very beautiful to look upon. You can see that in a higher latitude areas, etc. Not in India. I don't think you can see it in India, but most of the foreign countries, selected foreign countries, you can see this phenomenon. It is due to the existence of both electric and magnetic field. What it is I cannot show here. I can put a video or a figure regarding it, but I think it is better if you can check about it, about yours or about this topic yourself, right? Similarly, there is a device, that is a man-made device, cyclotron. How it functions, etc., will be dealt in this chapter itself, but I want you guys to look into this term, right? And the figure you will be mind blown. It's beautiful to look at, right? അപ്പോൾ അങ്ങനെ ഒരു ഫിനോമിന നടക്കുന്നുണ്ട് in earth or on earth's surface in the sky, and it happens due to the presence of both electric and magnetic field. അതേമാതിരി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരുമിച്ചുള്ള ഫംഗ്ഷൻ കാരണം പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ് സൈക്ലോട്രോൺ, ടു പ്രൊഡ്യൂസ് ഓർ ടു ആക്സിലറേറ്റ് പ്രോട്ടോൺസ്, അതായത് ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. അതായത് നമ്മുടെ ന്യൂക്ലിയർ ജനറേറ്ററൊക്കെ ഇല്ലേ, അവിടെ ന്യൂക്ലിയർ ജനറേറ്ററിൽ നമ്മൾ ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ കൊണ്ടുപോയി ബോംബാർഡ് ചെയ്യാൻ പാർട്ടിക്കിൾസിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യുന്നൊക്കെ പറയണ്ടല്ലേ. ബോംബാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി ഷൂട്ടഡ് അറ്റ് എ ഹയർ ആക്സിലറേറ്റർ. അപ്പോൾ ആ ആക്സിലറേഷൻ കൊടുക്കുന്നെങ്കിൽ നല്ല പവർ വേണം അല്ലേ. പവർ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ചൂടാക്കാൻ പറ്റുമോ? ഇല്ല. എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് ഫിഷൻ ഓർ ഫ്യൂഷൻ ദർ ഇറ്റ് സെൽഫ്. അപ്പോൾ അതൊരു ഡേഞ്ചറസ് പ്രോസസ്സാണ്. അങ്ങനെ ഒരു ഡേഞ്ചർ സെക്ഷൻ കുറച്ച് ഹ്യൂമൻ ടച്ച് ഒന്നുമില്ലാതെ ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ളൊരു മെറ്റീരിയലാണ് സൈക്ലോട്രോൺ, റൈറ്റ്? സൈക്ലോട്രോൺ ആസ് വെൽ ആസ് അതേമാതിരി നിങ്ങൾ ടൈറോയിഡും പഠിക്കും. അത് ടൊറോയിഡ് പഠിക്കുന്നത് ടൊറോയിഡും പഠിക്കുന്നുണ്ടെന്നുണ്ട് ഈ സെക്ഷനിൽ. ഞാൻ ലെറ്റ് മീ സേ, ഐ തിങ്ക് ടൊറോയിഡ് ജസ്റ്റ് ടേം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് ടൊറോയിഡ് ഇസ്. സോ ടൊറോയിഡും സൈക്ലോട്രോണും ബോത്ത് ഓഫ് ദം ആർ യൂസ്ഡ് ആസ് എൻ ആക്സിലറേറ്റർ മെഷീൻ, റൈറ്റ്? അപ്പോൾ അവിടെയൊക്കെ ദർ ഇസ് എ പ്രസൻസ് ഓഫ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നൊരു ടേം കാരണം വിപ്ലവകരമായ പല ചേഞ്ചസും വന്നിട്ടുണ്ട് ഇൻ യുവർ കോമൺ ലൈഫ്. അപ്പോൾ എങ്ങനെയാണ്? സോ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ചാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ചാർജ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ചാർജ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു ചാർജ് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, റൈറ്റ്? അതിനെപ്പറ്റി പഠിക്കാനാണ് വി ആർ ഗോയിങ് മോർ ഇൻ ഡീറ്റെയിൽസ്. സോ ഒരു കാര്യം അറിഞ്ഞിരിക്കും, കോമൺ ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കാം. So, a charged particle in a magnetic field, when it is present, it experiences a force, right? ആ ഫോഴ്സ് കാരണം ആ ചാർജ് ഇറ്റ് റൊട്ടേറ്റ്സ്. അതും ഒരു പ്ലെയിനിലല്ല റൊട്ടേറ്റ് ചെയ്യുക, 3 ഡയമെൻഷനായിട്ട് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഹെലിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്നായിരിക്കും, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, അപ്പോൾ ഏതാണ്ട് സ്പ്രിങ് മാതിരി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഒരു ചാർജ് പാർട്ടിക്കിൾ പോവുക. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടർ കൂടി ഈ ഡയറക്ഷനിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇത് കാരണം ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും അല്ലേ, ഇങ്ങനെ, റൈറ്റ്? ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ദർ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചാർജ്, ഇലക്ട്രോണോ അല്ലെങ്കിൽ പ്രോട്ടോണോ വാട്ട്സോ എവർ ചാർജ് വെക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് വരെ അതെത്തും. ഇറ്റ് മൂവ്സ് ബോത്ത് ലീനിയർ വേ ആസ് വെൽ ആസ് സർക്കുലർ വേ. രണ്ട് മൂവ്മെൻറ്റും കൂടി ഒരുമിച്ച് പറയുന്നതാണ് ഹെലിക്കൽ പാത്ത് എന്ന്. ക്ലിയർ ആവുമെന്ന് കേൾക്കണേ. അപ്പോൾ ആദ്യത്തെ മോഷൻ പഠിക്കാനാണ് ഇങ്ങനത്തെ ഒരു മോഷനിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്ന എന്ത് പാത്താണ്? സർക്കുലർ പാത്ത്. അപ്പോൾ ഫസ്റ്റ് വിൽ ലേൺ അബൌട്ട് ദ സർക്കുലർ പാത്ത് വിച്ച് ഇസ് ഡൺ ബൈ ദിസ് ഇലക്ട്രോൺ, റൈറ്റ്? അപ്പോൾ സർക്കുലർ പാത്തിൻ്റെ കാര്യമാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ 2 അസംഷൻസും നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് അസംഷൻ ഇസ് that the magnetic field is into the plane. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഈ കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഇൻ ടു ദ പ്ലെയിൻ്റെ സിമ്പിൾ ഓർമ്മ ഉണ്ടാകും, ക്രോസ് വട്ടത്തിൽ. even if you don't put the circle, it's okay. So you are having a uniform magnetic field and it is perpendicularly into the plane.
ഇതാണ് മേജർ അസംഷൻ. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാൻ പോവാണ് കേട്ടോ. സോ ദിസ് ഇസ് യുവർ മാഗ്നറ്റിക് ഫീൽഡ്. ഐ എം നോട്ട് ഗോയിങ് ടു ഡ്രോ ദ സർക്കിൾ ഗൈസ്. സോ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചാർജ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാൻ പോവാം. സപ്പോസ് ദാറ്റ് ചാർജസ് പ്ലസ് ക്യൂ. റൈറ്റ്? ഈ പ്ലസ് ക്യൂ ചാർജ് ഇനീഷ്യലി എന്തോ കാരണവശാൽ അത് ഇങ്ങനെ മൂവ് ചെയ്തിരുന്നത് ചെയ്യാൻ. And velocity, it was initially in this direction. Velocity is a vector quantity. Right? It was moving in upward direction and the magnetic field is in this direction. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്. Again, you can use Fleming's left hand rule. You can use even the your thumb rule, but let's take Fleming's left hand rule. അപ്പോൾ ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് ആരാണ് നൽകുന്നത്? വിച്ച് ഫിംഗർ ഗിവ്സ് യു ദ മാഗ്നറ്റിക് ഫീൽഡ്? 4 ഫിംഗർ. അപ്പോൾ ഉള്ളിൽ വെച്ചു, വി വെച്ചു. റൈറ്റ്? മൈ തമ്പ്. റൈറ്റ്? ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ. യുവർ ഫീൽഡ്, ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഇൻ ടു റൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം അതിനെ സ്ഥാപിക്കും. അത് കഴിഞ്ഞിട്ട് വി എങ്ങോട്ടാണ് പോകണേ? ഫ്രണ്ടിലോട്ട് പോകണല്ലേ? റൈറ്റ്? അപ്പ് ഇൻ ദിസ് ഡിറക്ഷൻ. സോ തമ്പ് എങ്ങോട്ടാണ് പോകണേ? ഈ ഡയറക്ഷനിൽ. സോ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് വരിക. ഓർ ഐ വിൽ സേ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. വരുമ്പോൾ ഇങ്ങോട്ട് ഡയറക്ഷൻ വരും അല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ടേക്ക് യുവർ ടൈം, യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. റൈറ്റ്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. ക്ലിയർ? റൈറ്റ്? നൗ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ, അപ്പോൾ ഒരാൾ ചാർജിനെ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ അല്ലേ, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് സപ്പോസ് ഈ പാർട്ടിക്കിളിൽ ഈ മോഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് പാർട്ടിക്കിൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക, മുകളിലത്തെ പൊസിഷനിൽ. Right? So that means which direction the velocity is? Velocity, then it moves in this direction, v. Right? So v in the direction, e direction like I. So magnetic field is into. Again, use the Fleming's left hand rule. You will find the force towards this direction. Check ചെയ്ത് നോക്കാട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. Right? So similarly, you take this charge over here. Yeah, force in where color would come. Right? Now charge particle has reached here. Let's say here. Right? So velocity അല്ലേ കണ്ടിന്യൂ ചെയ്യല്ലേ. അപ്പോൾ അതെന്തായാലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. സോ യു ഫൈൻഡ് ദ ഫോഴ്സ് അഗെയിൻ ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഏതാണ്ട് ഈ പാർട്ടികളുടെ മോഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. When I consider the particle's direction and I draw its path, it is in circular way അല്ലേ, ഇങ്ങനെ കറങ്ങുന്നു. നെക്സ്റ്റ് എന്തായിരിക്കും? ഈ ഡയറക്ഷൻ so that it undergoes a circular path, ഇങ്ങനെ കറങ്ങും. And the force is towards the center. So just like the centripetal force. Centripetal force ഒരു ഫോഴ്സ് centripetal force എന്ന് പറഞ്ഞാൽ കറങ്ങുമ്പോൾ ഫോഴ്സ് സെൻറ്ററിലേക്ക് വരുന്നാൽ that centripetal force. So a force is acting on the charge towards the center. അപ്പോൾ ആ സെൻറ്ററിലേക്ക് ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ. റൈറ്റ്? ആൻഡ് ദാറ്റ് ചാർജ് പാർട്ടിക്കിൾ is moving in the circular way due to the force which is acting towards the center. ആ ഫോഴ്സ് എന്തിന് തുല്യമാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സിന് തുല്യമാണ്. Clear on the so the path followed by a charge inside here is circular. അപ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഇങ്ങനെ പോകണമെന്ന്. അപ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം അല്ലേ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സംതിങ്. സോ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വെലോസിറ്റിക്ക് 2 കമ്പോണൻ്റ് ഉണ്ടാവും. പാരലൽ കമ്പോണൻറ്റും ഉണ്ടാവും. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. എന്താ പാരലൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഹോറിസോണ്ടൽ കമ്പോണൻ്റെയാണ് പാരലൽ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലറിനെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞേ, ഇപ്പം നമ്മൾ 2 കേസും കൺസിഡർ ചെയ്യണം. പാരലൽ പാത്തും കൺസിഡർ ചെയ്യണം, പെർപെൻഡിക്കുലർ പാത്തും കൺസിഡർ ചെയ്യണം. നമ്മളിവിടെ ഈ എക്സാമ്പിളിൽ എന്ത് ചെയ്തിരിക്കണേ? പെർപെൻഡിക്കുലർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ദറ്റ് ഈസ് വെലോസിറ്റീൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓർ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടോ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു അല്ലേ. എന്നിട്ട് അപ്പോൾ ഇൻറ്റു ആണെങ്കിൽ ഇങ്ങനെ അല്ലേ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് എങ്ങനെ വരിക? വെലോസിറ്റി ഇങ്ങനെ അല്ലേ. നോക്കി ഇപ്പോൾ നമ്മുടെ ഈ സെക്ഷനിൽ നോക്കിയേ, ചാർജിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെയല്ല വരയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണ്? താഴേക്ക് വരയ്ക്കാം, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഫോർ പോസിറ്റീവ് ഡയറക്ഷൻ ഉദ്ദേശിക്കാൻ വേണ്ടി മാത്രമാണ്, വി പോസിറ്റീവായിട്ട് ഉദ്ദേശിക്കാൻ വേണ്ടി നമ്മൾ മുകളിലോട്ട് വരച്ചു.
ഇവിടെ പെർപെൻഡിക്കുലർ ടു ദ ഇൻ ടു ദ പ്ലെയിനസ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് വി വരച്ചു. റൈറ്റ്, ഇവിടെ ഇതേ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ് ആണ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ വെലോസിറ്റി വരച്ചു. റൈറ്റ്, സോ വെലോസിറ്റീൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മാത്രമേ ഞാൻ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ due to the perpendicular component of the velocity of the charged particle, this charged particle in the presence of magnetic field undergoes a circular motion. അതായത് ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റീൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് കാരണം ഈ ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇൻറ്റൂലിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് മോഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്? സർക്കുലർ മോഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു? റൈറ്റ്, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ മാത്രമല്ലല്ലോ പറഞ്ഞല്ലോ പാരലൽ ഉണ്ടെന്ന്, ആ പാരലലും കൂടി കൺസിഡർ ചെയ്യണ്ടേ? സപ്പോസ് നിങ്ങളൊരു പാരലിൽ ഞാൻ പെർപെൻഡിക്കുലർ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല, ആ കമ്പോണൻറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതേമാതിരി ഒരു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിക്കുക. റൈറ്റ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു, റൈറ്റ്, അപ്പോൾ ഇൻറ്റു ഉപയോഗിക്കണതിൽ നല്ലത് ഇതിനേക്കാളും നല്ലതേ നമുക്ക് ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വെച്ചാൽ നമുക്ക് 2 ഡയമെൻഷനിൽ പറഞ്ഞു കൊടുക്കാനാണ് സുഖം. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. Right, and you are told like the electron or the charged particle is moving in parallel way. അല്ല, അതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എങ്ങനെ ആയിരിക്കും? ബീൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും അല്ലേ? വെലോസിറ്റി ബീൻ്റെ അതേ ഡയറക്ഷനിൽ ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാരലൽ കമ്പോണൻ്റ്, ഇത് പാരലൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചാർജ് പാർട്ടിക്കിളിൽ വല്ല ഫോഴ്സ് ഉണ്ടാവുമോ? നോ. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അല്ലേ? റൈറ്റ്, if the velocity അല്ല, എന്തുകൊണ്ടാണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F is equal to QVB sin theta അല്ലേ? ഈ തീറ്റ ഈ കേസിൽ എന്താ? 0 ആണ് അല്ലേ? 0 ആയി കഴിഞ്ഞാൽ ഈ എൻറ്റയർ ടേം 0 ആയ. സോ ഫോഴ്സ് വിൽ ബി 0 when the particle is moving along the magnetic field. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാരണം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം ഈ ചാർജ് പാർട്ടിക്കിൾ എങ്ങനെ നീങ്ങുക? ഏത് രീതിയിലാണോ നീങ്ങിയിരുന്നത് അതേ രീതിയിൽ തുടരും. ഏത് രീതിയിലാണ് നീങ്ങിയിരുന്നത്? ഈ ഹോറിസോണ്ടൽ ഡേയിലല്ലേ? അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക? ചാർജ് പാർട്ടിക്കിൾ പോയിരുന്ന അതേ വഴിയിൽ പോകും. അല്ലെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ ലീനിയർ മോഷൻ. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി കോസസ് the charged particle to move in a circular motion, whereas the parallel component of the velocity of the charged particle causes it to move in a linear motion. അപ്പോൾ രണ്ടും കൂടിയിട്ടല്ലേ മൊത്തം വെലോസിറ്റി വരുന്നത്. അപ്പോൾ മൊത്തം വെലോസിറ്റി കാരണം എന്തൊക്കെ മോഷൻ ഉണ്ടാവും? സർക്കുലറും ഉണ്ടാവും, ലീനിയർ മോഷനും ഉണ്ടാവും. അപ്പോൾ ലീനിയർ മോഷൻ്റെ അർത്ഥം എന്താ? മുന്നിലേക്ക് എത്തിയിരിക്കണം. അതായത് ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ഈ ഇരിക്കണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ടാവണമെന്നല്ലേ? റൈറ്റ്, അതിൻ്റെ കൂടെ അത് കറങ്ങുകയും വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പാത്ത്? ഇറ്റ് മൂവ്സ് ഇൻ എ ഹെലിക്കൽ പാത്ത്. ദാറ്റ് ഈസ് ദർ ഇസ് എ ലീനിയർ മോഷൻ ഇൻ ദിസ് വേ and there was also circular motion. Right, so circular motion is due to the perpendicular component of the velocity of the particle, whereas the linear motion is due to the parallel component of the velocity of particle. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. Right, so hence any charged particle which is kept in a magnetic field undergoes a motion and that motion is in a helical path. Clear ആവുന്ന ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പീരിയൻസസ് ദ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ ഈ ഹെലിക്കൽ പാത്തിലിരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഫോഴ്സ് എങ്ങോട്ട് വരുന്നത്? ടുവേർഡ്സ് ദ സെൻട്രൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്, അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് തന്നെ തുല്യമാണ് ആ ഫോഴ്സ്. ക്ലിയർ ആവുണ്ടല്ലോ? നൗ വിൽ ഡീൽ വിത്ത് സം ഓഫ് ദ ടേംസ് ഓഫ് ദിസ് ഹെലിക്കൽ പാത്തിനും സർക്കുലർ പാത്തിനും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കണം. ക്ലിയർ ആവുമ്പോഴേക്കിനും റൈറ്റ്. സോ ഇനി റൊട്ടേറ്ററി മോഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം? ഏതൊക്കെ പാരാമീറ്റേഴ്സ് അറിയണേ? റേഡിയസ് അല്ലേ? ഫസ്റ്റ് നമ്മൾ ഇതിന് റിലേറ്റ് ചെയ്ത് പഠിക്കാം, പിന്നെ ഹെലിക്കൽ പാത്തിലേക്ക് അല്ലെങ്കിൽ ലീനിയർ പാത്തിലേക്ക് പോകാം. സർക്കുലർ പാത്തിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്? ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന് എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. മോഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വെലോസിറ്റി ഉണ്ട്? ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. Right, similarly you can find time period, that is time required for one rotation. Time period ഉണ്ടെങ്കിൽ obviously you can find what is frequency of rotation. പിന്നെ ഒരു പുതിയ ടേം നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത് പിച്ച് എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രമേ ഉള്ളൂ. Right, ബാക്കി 4 terms around is something which can be known to you guys. The equation for these all the terms should be by hearted guys. അത് എത്ര നേരം എടുത്തിട്ടാണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നുള്ളതല്ല. You have to by heart the equation. It is very difficult to derive it again and again while doing a problem.
Clear on again? So let's move on to the derivations of some of the parameters which you have to learn by heart. Okay, and the first term is radius of the circular path. Another radius of the circular path, and it is represented by r. r എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആറിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ട സാധനം, ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ സർക്കുലർ പാത്തിൽ, ഞാനിപ്പോൾ സർക്കുലർ പാത്ത് മാത്രം വരയ്ക്കാൻ പോകുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് ഫോഴ്സ് ഡയറക്ഷനിലുണ്ടെന്നല്ല ഓരോ ചാർജ് പാർട്ടിക്കൾക്കും ഫോഴ്സ് ഇല്ല. ആൻഡ് ദിസ് വാസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, this was the direction of velocity, and the magnetic field was into. Right? Clear? Now, അപ്പോൾ ഈ ഫോഴ്സ്, ദാറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കുക, പ്ലസ് ക്യൂ അല്ലേ. എന്താണ് ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്ത് കമ്പോണൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ? പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്, ദാറ്റ് ഇസ് തീറ്റ ഈസ് 90 ഡിഗ്രി. സോ വി ബി സൈൻ തീറ്റേൻ്റെ അവിടെ 90 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ക്യൂ വി ബി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ക്യൂ ബി സെൻറ്ററിലേക്കല്ലേ, ആ സെൻറ്ററിലേക്ക് തന്നെ വേറൊരു ഫോഴ്സും കൂടി നമ്മൾ പഠിക്കേണ്ടത്, ദാറ്റ് ഇസ് എഫ് സി, ദാറ്റ് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് വാട്ട് ഇസ് ദ ബേസിക് ഇക്വേഷൻ ഫോർ ഇറ്റ്? എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും എന്താണ്? സെയിം ആണ്. Both are acting towards the center. So I'll equate these two guys, that is QVB is equal to MV squared by R. In the term cut ചെയ്യാം, ഒരു സ്ക്വയറും ഒരു വിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ get R is equal to MV by QV. Very very important equation guys. Right? Clear ആവുന്നു വിചാരിക്കുന്നത്? Right.